നമ്മുടെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരു 10 പേർക്കെങ്കിലും സഹായമാവണമെന്നും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരർത്ഥം ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് പപ്പ 75% വികലാംഗനായ എം ചാക്കോ എന്നെൻ്റെ പപ്പ ആരംഭിച്ചതാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനം. പപ്പയുടെ ബോഡി പുറകെ വന്നു. അപ്പം എന്നോടിത് പറയുന്നുണ്ട്, ആങ്ങളെയാണ് പറയുന്നത്. പപ്പയുടെ ബോഡി പുറകെ വന്നപ്പം അവിടെ ഒരു വലിയ ഒരാൾക്കൂട്ടം പപ്പയുടേതായിട്ടുള്ള എല്ലാ മക്കളും പപ്പേൻ്റെ കൂടെ വന്ന് ഒപ്പം കരയുന്നത് കണ്ടപ്പം ഇത്രയും ആളുകൾക്ക് അഭയമായി മാറിയ എൻ്റെ പപ്പ ഒരു വലിയ മനുഷ്യനാണല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനും സത്യദീപം ചീഫ് എഡിറ്ററും വിശുദ്ധ ജാനാപ്പള്ളി ഇടവക വികാരിയായിരുന്ന ചെറിയ നേരിയ വീട്ടിൽ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് മരട് സെയിൻറ്റ് ജാന ചർച്ച് നടത്തുന്ന അവാർഡാണ് ഇൻസ്പയറിംഗ് യങ് വുമൻ അപൂർവ 2025. അപ്പോൾ ഈ വർഷം ഈ അവാർഡിന് വിന്നർ ആയിരിക്കുന്നത് സുസ്മിത എം ചാക്കോ ആണ്. അപ്പോൾ നമുക്ക് സുസ്മിതനെ പരിചയപ്പെടാം. സുസ്മിത, സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു സുസ്മിതയെ പറ്റി അറിയണമെങ്കിൽ ആദ്യം സുസ്മിതയുടെ ഫാദറിനെ പറ്റി നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ ഫാദറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ പപ്പേൻ്റെ പേര് എം ചാക്കോ എന്നാണ്. പപ്പ ഒരു 75% വികലാംഗനായ ഒരാളാണ്. പപ്പയ്ക്കൊരു സപ്പോർട്ടില്ലാണ്ട് അല്ലെങ്കിൽ വാക്കറോ വീൽ ചെയറോ ഇല്ലാണ്ട് മുന്നോട്ട് നടക്കുന്നതിന് പോലും പ്രയാസം നേരിടുന്ന ഒരാളായിരുന്നു. നമ്മുടെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരു 10 പേർക്കെങ്കിലും സഹായമാവണമെന്നും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരർത്ഥം ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് പപ്പ 75% വികലാംഗനായ എം ചാക്കോ എന്നെൻ്റെ പപ്പ ആരംഭിച്ചതാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ എല്ലാം നട്ടെല്ല്, ഒരു വലിയ വടവൃക്ഷം എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പപ്പയായിരുന്നു. പപ്പ അവിചാരിതമായി ആകസ്മികമായി 2 വർഷം മുമ്പ് മരണപ്പെടുകയുണ്ടായി. അറ്റാക്കായിരുന്നു. പപ്പ മരിച്ച ഒരു ശൂന്യത എനിക്ക് ഓർക്കാൻ പോലും ആവാത്ത വിധത്തിലുള്ള ഒന്നായിരുന്നു. പപ്പയുടെ കൂടെ എല്ലാ കുറവിലും നിറവുകളായി 75% വികലാംഗനായ എൻ്റെ പപ്പേൻ്റെ എല്ലാ കുറവിലും നിറവായി നിൽക്കുന്നത് അമ്മയും കൂടെയായിരുന്നു. അപ്പം 120ഓളം ആളുകൾക്ക് ഒരു അപ്പനായി, സഹോദരനായി, മകനായി, അവരുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കുറവിലും നിറവായി മാറിയിരുന്ന പപ്പ ആകസ്മികമായി വിട്ടുപിരിഞ്ഞപ്പം പപ്പയോടൊപ്പം 120ഓളം ആളുകളും അവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ മാഞ്ഞു പോകുന്ന ഒരവസ്ഥ പപ്പയുടെ ബോഡി മുൻപിലേക്ക് വരുമ്പം കാണുന്നത്, ഞാൻ കണ്ട ഒരു ഓർമ്മ എനിക്ക് ഇന്നും മറക്കാനാവില്ല. പപ്പ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ്, ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിക്ക് നമ്മൾ കാരണമാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം കിട്ടുന്നത് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും പെൺകുട്ടികൾക്ക് കൂടുതൽ അപ്പനോടായിരിക്കും സ്നേഹം എന്ന്. അപ്പോൾ സുസ്മിതയ്ക്ക് ആസ് എ ഡോട്ടർ അച്ഛൻ എങ്ങനെയായിരുന്നു? അഭിമാനമാണ് എനിക്ക് ഈ അപ്പൻ്റെ മകളായി ജനിച്ചതിൽ. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പപ്പ ഞങ്ങൾക്കങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഈ 120ഓളം ആളുകൾ പലതരത്തിലുള്ളവരുണ്ട്. പൂർണ്ണമായും അനാഥരായവരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്, നായ്ക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മക്കളുണ്ട്, തെരുവിൽ നിന്നും നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്ന മക്കളുണ്ട്, പോലീസുകാർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇടപെട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. അവസ്ഥ കണ്ട് നമ്മൾ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് നമ്മളെ സ്ഥാപനത്തിലുള്ളത്. അപ്പം പപ്പ ഇവരിൽ ഓരോരുത്തരിലും ആരും അഭയം ചോദിച്ചു വന്നാലും നോ പറയാൻ പപ്പയ്ക്ക് ഇഷ്ടമല്ല. അതാണ് പപ്പയുടെ ഒരു അവിഭാജ്യമായിട്ടുള്ളൊരു നമ്പർ 1 പോയിൻ്റ്. അതാണ് പപ്പ നോ പറയാൻ പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. പപ്പ ആരെയും ഏറ്റെടുക്കാനും ആർക്കും അഭയം നൽകുവാനും പപ്പ തന്നെ എപ്പോഴും പറയും, ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു അഭയം ചോദിച്ചു വരുന്ന അവസ്ഥ, നമ്മളിപ്പോൾ തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് ഒരു 5 രൂപ ചോദിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളത് എത്ര വിലപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തിനോട് എങ്ങനെ അവതരിപ്പിക്കുന്നു നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും. അപ്പം എന്നെ ആജീവനാന്തം ഏറ്റെടുക്കൂ എന്ന് ചോദിക്കുന്ന ഒരാളുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നോക്കി കാണുമ്പം നമുക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ ആവില്ല. അപ്പം അതെന്നെ വളരെ അധികം സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഈ ഫാദറിന് എന്ത് ഡിസബിലിറ്റി ആണ് ഉണ്ടായിരുന്നത്? പപ്പയ്ക്ക് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പപ്പയ്ക്ക്
5 വയസ്സിൽ പോളിയോ വന്നതാണ്. 5 വയസ്സ് മുതൽ നടക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് ഫാദറിന് ഇത്രയും ഡിസബിലിറ്റി ഉണ്ടായിട്ട് പോലും ഓരോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സുസ്മിതയും അനിയനും ഒക്കെ കണ്ടു വളർന്നത്. അപ്പോൾ ഇത് കുഞ്ഞിലേ തൊട്ട് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്? അതായത് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ സുസ്മിതയുടെ അതായ ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഇത് സ്വാധീനിച്ചിരിക്കുന്നത്? ഞാൻ അധ്യാപികയായിരുന്നു. ഞാൻ പപ്പയുടെ മരണശേഷം എൻ്റെ ജോലി റിസൈൻ ചെയ്തതാണ്. അപ്പം ഞാനും ആങ്ങളെയും ചെറുപ്പം മുതൽ തന്നെ ഇവർ ഓരോരുത്തരുടെയും കൂടെ ഇവരിൽ ഒരാളായി ജനിച്ച് ജീവിച്ച് കളിച്ച് വളർന്നത് ശരിക്കും ഇവർ ഓരോരുത്തരുടെയും കൂടെയാണ്. അങ്ങനെ പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം അമ്മ പരസഹായമില്ലാണ്ട് അവനവൻ്റെ കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. ഇപ്പം സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം എനിക്ക് മുടി കെട്ടി തരുന്നതും എനിക്ക് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് തരുന്നതും ഒക്കെ സ്വന്തം പേരക്കുട്ടികളെപ്പോലെ അവരോരോരുത്തരും ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബം, ഒരു സ്ഥാപനം എന്നതിനപ്പുറം ഒരു വലിയ കൂട്ടുകുടുംബമാണ് ഞങ്ങളെല്ലാവരും. ഞാനും ആങ്ങളെ അടക്കം അവിടെയാണ്, അവരുടെ കൂടെയാണ് ഞങ്ങൾ മിങ്കിളായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇപ്പം ഞാൻ TTCക്ക് പോകുന്ന സമയത്തായിക്കോട്ടെ, ഡിഗ്രിക്ക് പോകുന്ന സമയത്തായിക്കോട്ടെ, അവിടെയുള്ള അമ്മച്ചിമാരെ എനിക്ക് കിടപ്പ് രോഗികളായിട്ടുള്ള 10-17ഓളം പേര് ഇന്ന് ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു, അന്നതിലും കൂടുതലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെയുള്ള അപ്പച്ചന്മാരെയോ അമ്മച്ചിമാരെയും പ്രത്യേകിച്ച് അമ്മച്ചിമാരെ പരിചരിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ എടുത്ത് കൊണ്ടുപോയി വീൽ ചെയറിൽ നിലത്ത് പായിട്ട് കുളിപ്പിക്കേണ്ട അമ്മച്ചിമാരുണ്ട്. നമുക്ക് സൗകര്യക്കുറവുകൾ അതൊരു വലിയ ഘടകമാണ്. അങ്ങനെ പായിട്ട് വീൽ ചെയറിൽ തന്നെ ഇരുത്തി കുളിപ്പിക്കേണ്ട അമ്മച്ചിമാരുണ്ട്, ഒരു സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കുളിപ്പിക്കേണ്ട അമ്മച്ചിമാരുണ്ട്. അപ്പം അമ്മയോടൊപ്പം പപ്പയോടൊപ്പം അമ്മയാണ് ഈ ശുശ്രൂഷാ മേഖല കൈകാര്യം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അമ്മയോടൊപ്പം അവരെ കുളിപ്പിച്ച് അവരെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടുകൂടെ തൊട്ട് കൊടുത്താലേ എനിക്കും സന്തോഷമാവുള്ളൂ. അപ്പം ഞാനങ്ങനെ പൊട്ടും തൊട്ട് കൊടുക്കുമ്പം നമ്മളെ മുമ്പിൽ കൈ വണങ്ങി നിന്ന് നന്ദി പറയുന്ന ഒരുപാട് എൻ്റെ മകളെ പല ഹൈന്ദവരായിട്ടുള്ള അമ്മമാരുണ്ട്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അമ്മമാരുണ്ട്, ക്രൈസ്തവ രീതിയിലുള്ള എല്ലാ മതസ്ഥരെയും നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം അവരെല്ലാവരും അവരുടെ ആ ഒരു മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മകള് ബമ്പത്തിയായി വരും. കാസർഗോഡ് സ്ലാങ്ങിലുള്ള ഇതാണ്, എൻ്റെ മോള് മികച്ച ഒരാളായി മാറും എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് എൻ്റെ ലൈഫിൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ. ആങ്ങളെയും അങ്ങനെ തന്നെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ. സമയമില്ലെങ്കിലും അവർക്ക് വാരിക്കൊടുക്കാൻ പപ്പ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. നിങ്ങളുടെ ഫാമിലി തന്നെയാണ് അവര്, ഒരു വ്യത്യാസം ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ സുസ്മിത ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സുസ്മിത ടീച്ചറായിരുന്നു. അപ്പോൾ പപ്പ മരിച്ച സമയത്ത് സുസ്മിതയ്ക്ക് വേണമെങ്കിൽ ഒരു കംഫർട്ട് ലൈഫ് വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നല്ലോ, ഒരു ടീച്ചർ, അമ്മ, അനിയൻ എന്നുള്ള രീതിയിൽ. കാരണം അന്ന് സുസ്മിതയ്ക്ക് പ്രായം വളരെ കുറവായിരുന്നു, 25 വയസ്സിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തു സുസ്മിത. അതിനുള്ള ധൈര്യം, അതിനുള്ള മനക്കെട്ടി അവിടുന്ന് കിട്ടിയത്? എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ഒരു ദിവസത്തെ രാത്രി. അന്ന് അമ്മയുടെ അമ്മ ഞങ്ങളെ കൂടെ തന്നെയാണ്. 32 വർഷമായി പപ്പ അമ്മാമ്മേനെ, അവർ 2 പെമ്മക്കളാണ്. അമ്മായി അമ്മേനെ നോക്കുന്നതും പപ്പ തന്നെയാണ്. അപ്പം അമ്മാമ്മക്ക് അന്ന് വയ്യാഞ്ഞിട്ട് പപ്പയും അമ്മാമ്മ ഇരുന്ന് സംസാരിച്ച് ഒരു 10 മണി 11 മണി സമയത്ത് ഇരുന്ന് സംസാരിച്ച് അമ്മാമ്മക്ക് അന്ന് കുറച്ച് വയ്യ. അപ്പം അമ്മാമ്മേൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടി ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ അമ്മാമ്മ. അപ്പം ഞാനന്ന് സ്കൂളിൽ പോകുന്നത് ലീവ് എടുത്ത് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയായിട്ട് റെഡിയായി അവിടെ നീലേശ്വരത്തുള്ളൊരു ആശുപത്രിയിൽ അമ്മാമ്മേനെ കൊണ്ടുപോയി. പനിയായിരുന്നു അമ്മാമ്മക്ക്. കൊണ്ടുപോയി പരിയാരത്തേക്ക് റിമോണിയ ഉണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ പരിയാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പരിയാരം കൊണ്ടുപോയി. അവിടെ നിന്നൊരു 11 മണിയായപ്പോൾ പരിയാരം എത്തി. 4 മണിയായപ്പം അമ്മാമ്മ മരിച്ചു. അമ്മാമ്മക്കും അറ്റാക്കായിരുന്നു, അമ്മമ്മ മരിച്ചു. അപ്പം അമ്മേൻ്റെ കാര്യങ്ങളെല്ലാം അമ്മാമ്മേൻ്റെ വിളിച്ച് ഞാൻ പപ്പേനോട് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം പപ്പക്കറിയാം എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ അമ്മാമ്മേൻ്റെ കൂടെ ഞാനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ആളെ വിടാം, സ്റ്റാഫിനെ വിടാം മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പപ്പ, ഞാൻ തന്നെ ചെയ്ത് ശരിയായി ആംബുലൻസ് വിളിച്ച് ഞാൻ അങ്ങോട്ട് വന്നോളാം, പപ്പ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രത്യേകിച്ച് എന്നെ ആകുലപ്പെടുത്തുന്ന പപ്പ ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ആളാണ്. അപ്പോൾ ഒരാളെ പോലെ ഓടി നടന്നുകൊണ്ട് ഒരു മരണ വീട്ടിലെല്ലാം കൈകാര്യം ചെയ്യാൻ പപ്പക്ക് ആവുമെന്നുള്ള ടെൻഷനാണ് എനിക്ക്. അപ്പം ഞാൻ വന്നോളാം പപ്പ ബാക്കി എല്ലാവരെയും വിളിച്ചൊക്കെ പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ നമ്മളവിടെ നിന്ന് ഒരുപാട് പേഷ്യൻസിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും അവിടെ ഉണ്ട്.
അപ്പം അങ്ങനെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി ആംബുലൻസും ഞാൻ തന്നെ വിളിച്ച് റിട്ടേൺ കൊണ്ടുവരുമ്പം വീട്ടിൽ നിന്ന് ഒരു വളവുണ്ട്, ആ വളവിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. അതിൽ പപ്പേൻ്റെ ബോഡിയാണ്. അതെനിക്കറിയില്ല. അത് പപ്പേനെയും അമ്മേനെയും വന്ന് തിരയുകയാണ് വീട്ടിൽ. അപ്പോൾ സ്റ്റാഫിനോട് ചോദിച്ചു പപ്പ എന്ത് ചെയ്യേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പപ്പയ്ക്ക് ചെറുതായിട്ടൊരു ക്ഷീണം പോലെ വന്നു. അപ്പം പപ്പേനെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോയിട്ട് എന്തായാലും കാണിച്ചിട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുപോയതാ, ഇപ്പം വരും പപ്പ എന്ന് പറഞ്ഞു. അപ്പം പപ്പ വരുമ്പോഴത്തേനും ഈ ആളുകളെയൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആംബുലൻസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും ആളുകൾ അമ്മാമ്മേനെ കാണാൻ വന്നു. അമ്മാമ്മ ഈ വീടിൻ്റെ ഉള്ളിൽ ഇട്ടാവട്ടത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പപ്പേൻ്റെ അമ്മായിയമ്മയായതുകൊണ്ടായിരിക്കാം വന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കുന്നത് വല്ലാത്തൊരു ഇതോടുകൂടിയാണ് നോക്കുന്നത്, ആശങ്കയോടുകൂടിയാണ് പലരുടെയും മുഖം ഞാൻ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം ആങ്ങള അമ്മേൻ്റെ കൂടെ പപ്പേൻ്റെ കൂടെ ഉണ്ട്, പപ്പയും അമ്മയും ആങ്ങളെയും ഒരുമിച്ചുണ്ട്. അപ്പം ഞാനിവനെ ആങ്ങളേൻ്റെ പേര് മനു എന്നാണ്. മനുവിനെ വിളിച്ചിട്ട് മനു ഫോൺ എടുക്കുന്നില്ല കുറേ നേരമായിട്ട്. അപ്പം എനിക്ക് ടെൻഷനായി. അപ്പം പപ്പേൻ്റെ ഫോണ്, ഓഫീസിലെ ഫോണ് പപ്പ എന്ത് കാര്യത്തിനും സൈലൻ്റ് ആക്കുമെന്നല്ലാണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കില്ല, എന്ത് കാര്യമാണ്. കാരണം അത്രയും ആളുകളുടെ കാര്യം ഡീൽ ചെയ്യുന്നത് ആ ഫോണിലാണ്. അപ്പോൾ പപ്പ ആ ഫോൺ എടുക്കാണ്ട് ഓഫീസിൽ ഞാൻ നോക്കുമ്പോൾ ടേബിളിൽ ആ ഫോണുണ്ട്. അപ്പം ഞാൻ പപ്പ എന്താ ഈ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു കോള് ഞാൻ എടുത്തപ്പോൾ ചാക്കോച്ചൻ ചേട്ടൻ്റെ മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പ് അത് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനവരോട് ചോദിച്ചു, ചാക്കോച്ചൻ ചേട്ടനൊന്നും ആയിട്ടില്ല, ചാക്കോച്ചൻ ചേട്ടൻ്റെ ഭാര്യേൻ്റെ അമ്മയാണ് മരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം സോറി മോളല്ലേ എന്ന് പറഞ്ഞവർ വെച്ചു. അപ്പോഴെനിക്ക് ചെറുതായി ഒരു സൂചന പോലെ കിട്ടിയെങ്കിലും ഞാനത് വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ കാണുന്നത് അമ്മ പപ്പയുടെ ഷർട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നതും. ആങ്ങൾ എന്നെക്കാട്ടി 2-3 വയസ്സിന് ഇളയതാണ്. ആങ്ങൾക്ക് ചെറുതാണ്, 3 വയസ്സിന് ഇളയതെന്ന് പറയുമ്പോൾ എനിക്കപ്പോൾ 25 വയസ്സാവൻ, അപ്പം 22 വയസ്സ്, വളരെ ചെറിയൊരു മോനാണ്. അപ്പം ഒപ്പം പപ്പയുടെ ബോഡി പുറകെ വന്നു. അപ്പം എന്നോടിത് പറയുന്നുണ്ട്, ആങ്ങളെയാണ് പറയുന്നത്, പപ്പയുടെ ബോഡി പുറകെ വന്നപ്പം അവിടെ ഒരു വലിയൊരാൾക്കൂട്ടം, പപ്പയുടേതായിട്ടുള്ള എല്ലാ മക്കളും പപ്പേൻ്റെ കൂടെ വന്ന് ഒപ്പം കരയുന്നത് കണ്ടപ്പം ഇത്രയും ആളുകൾക്ക് അഭയമായി മാറിയ എൻ്റെ പപ്പ ഒരു വലിയ മനുഷ്യനാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു ആ കുടുംബം, ഒരു വലിയ കുടുംബം, ഒരു വലിയ കുടുംബം എന്ന് പറയാൻ ആ പപ്പയ്ക്ക് എപ്പോഴും ഇഷ്ടം. അപ്പം ഓരോരുത്തരുടെയും മുഖത്തെ ദുഃഖം, പപ്പ ഇല്ലാത്തൊരു ശൂന്യത ഓരോരുത്തരുടെ മുഖത്തും ഞാൻ കണ്ടിരുന്നു. പ്രത്യേകിച്ച് വർത്താനം പോലും പറയാനാവാത്ത ഒരു ചേച്ചിയുണ്ട് അവിടെ. ആ ചേച്ചി പപ്പേൻ്റെ കാല് പിടിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്, അതൊരിക്കലും മറക്കില്ല. ആ ഒരു രംഗത്ത് നിന്നാണ് ഇങ്ങനെയുള്ള പപ്പ മരിച്ചാലും ഇത്രയും ആളുകൾക്ക് അഭയം നൽകുന്ന ആ സ്ഥാപനത്തെ നിലനിർത്തണമെന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ധൈര്യം ആ സമയത്താണ് എനിക്ക് വന്നത്. ഞാൻ ധൈര്യം അന്ന് കാണിച്ചില്ലെങ്കിൽ അന്ന് ഓരോരുത്തരും തെരുവിലാവുമല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ വളരെ ആകുലപ്പെടുത്തിയിരുന്നു. അമ്മ ഇതിൻ്റെ കൂടെയൊക്കെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അമ്മക്കൊരു ആത്മധൈര്യം ഉണ്ടോ ആ സമയത്ത്? അമ്മേൻ്റെ അമ്മയാണ് മരിച്ചേക്കുന്നത്, അമ്മേൻ്റെ ഭർത്താവാണ് മരിച്ചേക്കുന്നത്. ആ ഒരു ആത്മധൈര്യം ആ സമയത്ത് ഒരു സമയം 3 മണിക്കൂർ കൊണ്ട് ഞാൻ ആ സമയത്ത് ഉൾക്കൊള്ളുകയും കരയുന്നതിനപ്പുറം ഇനി പപ്പയുടെ എല്ലാ സ്വപ്നങ്ങൾക്കും പപ്പേൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നുള്ള തീരുമാനം അപ്പ എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുസ്മിതയ്ക്ക് ആ ഒരു ലോസ് പോലും എന്താ പറയാ ഒരു ഉൾക്കൊള്ളാനുള്ള സമയം പോലും കിട്ടിയില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ലൈഫ് ചേഞ്ചിങ് ഡിസിഷനാണ് സുസ്മിത എടുത്തിരുന്നത്. അപ്പോൾ സുസ്മിത ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സുസ്മിത നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവരെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? അല്ലെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് അതിനെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ? ഇവരെ ശുശ്രൂഷിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിൽ ഒരാളെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഷീല ചാക്കോ. 75% വികലാംഗനായ എൻ്റെ പപ്പേൻ്റെ എല്ലാ കുറവിലും നിറവുകളായി മാറുകയും
അവിടെയുള്ള ഓരോരുത്തരുടെ ഒരു പൊട്ടായിക്കോട്ടെ, ഒരു പൗഡർ ആയിക്കോട്ടെ, എല്ലാ കുറവിലും, അതായത് A to Z കാര്യങ്ങളിൽ നിറവായി മാറുന്നത് പ്രിയപ്പെട്ട എൻ്റെ അമ്മയാണ്. ഒപ്പം എൻ്റെ ആങ്ങള എൻ്റെ കൂടെ തന്നെയാണ്. ഞങ്ങൾ അവിടെ തന്നെയാണ്, അവരുടെ കൂടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവരുടെ കൂടെ അവരിലൊരാളായാണ്. അവിടെയുള്ള ഒരു ഡോർമെട്രിയിലാണ് ഞാൻ കിടക്കുന്നത്. അമ്മ അപ്പുറമുള്ള ഡോർമെട്രിയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ സപ്പോർട്ടായിട്ട് ഇവരെപ്പോഴും കൂടെയുണ്ട്. അപ്പം ആങ്ങള ഒന്നും ഉറങ്ങലില്ല എന്ന് പറയാം. അത്രയും എമർജൻസിയായി നമുക്കെപ്പോഴും പലവിധ രോഗാവസ്ഥയിലുള്ളവരാണ്. ഇപ്പോൾ എമർജൻസിയായി എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായി വരും. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2.5 മണിക്കൂർ, ഇതിൻ്റെ ഇടയിൽ ഒരാൾ ആശുപത്രിയിൽ പോകേണ്ടതായി വരും. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 7 പേരെ നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരലുണ്ട്. ഒപ്പം ഷുഗർ കൂടി, പ്രഷർ ഡൗണായി അങ്ങനെയുള്ള ഇപ്പം ഞാനും ആങ്ങളെയും ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇപ്പം അവിടെ വേറൊരാൾ അതിന് പകരം ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും ടെൻഷനുണ്ട്. മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു സ്വന്തം അമ്മ കുട്ടികളെ വീട്ടിലൊറ്റയ്ക്കാക്കി പോകുന്ന അതേ ഫീലാണെന്ന് തോന്നുന്നു സുസ്മിതയ്ക്ക് ഉള്ളത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞു, അപ്പം ഇത് കൊണ്ടുപോകാനും അതിന്റെ ചെലവ്, ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്? കാരണം ഹോസ്പിറ്റലിൽ നമുക്കറിയാം, ഒന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു ചെലവാണെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമുക്കെന്ന് പറഞ്ഞാൽ പപ്പ മരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് കടമായിട്ടുണ്ട്. ഇന്നും ഉണ്ടത്. അത് പലരുടെ അടുത്ത് നിന്നും അത്രയും പ്രിയങ്കരായ, നമ്മൾ അത്രയും വിശ്വസിക്കുന്ന 17 ലക്ഷം രൂപയോളം പപ്പ മരിക്കുന്ന സമയത്ത് കടമായിരുന്നു. അത് കടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി. ഒപ്പം അവിടെ അപ്പുറത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അമ്മച്ചിമാരെ സെപ്പറേറ്റ്, നിലവിലത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വശത്ത് അപ്പച്ചന്മാരും ഒരു വശത്ത് അമ്മച്ചിമാരുമാണ് ഉള്ളത്. ഫാദർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സുസ്മിത പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ചെലവ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമുക്കിപ്പം എവറി ഡേ നമ്മൾക്ക് ഫുഡും അല്ലാതെ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, വീട്ടില് ഒരാള് രോഗിയായിട്ട് കിടക്കുമ്പോൾ തന്നെ എന്തുമാത്രം ചെലവ്. അപ്പൊ ഈ 120 പേരെ ശുശ്രൂഷിക്കാന്ന് പറയുന്നത് ഒരു സർവീസ് മാത്രമല്ല, അതിന് ഫണ്ടും വേണം, എമൗണ്ടും വേണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞങ്ങളെ ചെറുപ്പത്തില് പപ്പയും അമ്മയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോകും. ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് പപ്പക്ക് അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ അമ്മ കൈപ്പിടിക്കണം. അവർ സ്ട്രെയിൻ കൊടുത്താലേ പപ്പക്ക് അടുത്ത കാലെടുത്ത് മുമ്പിലേക്ക് വെക്കാനാവും. ആ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ വോക്കറോ വീൽചെയറോ ഉപയോഗിക്കാം. ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നും വോക്കറും വീൽചെയറിലേക്ക് കടക്കണ്ടായിരുന്നു. അപ്പം പപ്പ ഈ കിടപ്പ് രോഗികളുടെ കൂടെ കിടന്നുകൊണ്ട് ധ്യാനം കൂടാനുള്ളൊരു സൗകര്യം അപ്പം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു. അപ്പം പപ്പ കിടപ്പ് രോഗികളുടെ കൂടെ കിടന്നുകൊണ്ട് ധ്യാനം കൂടുമ്പം പപ്പയുടെ ചുറ്റുമുള്ള ആളുകൾ പല രീതിയിൽ പല അവസ്ഥകളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അവരെ അമ്മ അവര് ചോദിക്കാണ്ട് തന്നെ ശുശ്രൂഷിക്കുമായിരുന്നു, പരിചരിക്കുമായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് കണ്ടറിഞ്ഞ് അമ്മ ചെയ്യുമായിരുന്നു. അപ്പം അമ്മയെ നിരീക്ഷിക്കുന്ന പപ്പ ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ ആരുമില്ലാത്ത ഒരുപാട് മക്കളുണ്ടാവൂലേ ശീലെ, നമുക്ക് ഇതുപോലത്തെ നമ്മളെ ജീവിതം അവർക്ക് വേണ്ടി മാറ്റി വെച്ചാലോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ സ്ഥാപനം ഉടലെടുത്തത് തന്നെ. 20 വർഷം കൊണ്ട് നമ്മുടെ സ്ഥാപനം 2000-ലധികം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അഭയം നൽകി മാറിയിട്ടുണ്ട്. അപ്പം ആദ്യം വാടക വീട്ടിലായിരുന്നു 10 വർഷം ഉണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലം പള്ളിക്കരയിലുള്ള പെരിയ റോഡ് ജംഗ്ഷനിൽ ഒരു വാടക കെട്ടിടത്തിലാണ് പപ്പ ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ. അപ്പം വാടകയ്ക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി ആളുകൾക്ക് പൊതുവെ തരാൻ മടിയായിരിക്കും. കാരണം നമ്മൾ ഏറ്റെടുക്കുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും പല തരത്തിലുള്ള ആളുകളാണ്. മലമൂത്ര വിസർജനം ചെയ്യുന്നവരുണ്ട്, നടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യും, നമ്മൾ കണ്ടില്ലെങ്കിൽ അതെടുത്ത് വായിൽ വെക്കുന്ന മക്കളുണ്ട്, മതിലിലൊക്കെ തേച്ച് വെക്കുന്ന മക്കളുണ്ട്, ഇങ്ങനെ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് തന്നെ നടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടില്ലെങ്കിൽ ഇപ്പം കുപ്പിച്ചില് ഞെരിക്കുന്ന ആളുകളുണ്ട്. എവിടെന്നെങ്കിലൊക്കെ ഒരു ചെറിയൊരു ബ്ലേഡോ ഒരു ആണീൻ്റെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഇങ്ങനെ കൈ മുറിക്കാൻ വേണ്ടിയായിട്ടുള്ള അവസ്ഥയിലുള്ള മാനസിക രോഗികളായിട്ടുള്ള മക്കളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മളടുത്തുണ്ട്.
അപ്പം പ്രത്യേകിച്ച് ഈ മതിലിലൊക്കെ മലമൂത്ര വിസർജനം തേച്ച് വെക്കുന്ന അവസ്ഥ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉൾക്കൊള്ളാനാവില്ല. അപ്പം അങ്ങനെ തന്നെ നമുക്ക് വാടക വീട് ന് വേണ്ടി ഒരുപാട് പപ്പ സ്ട്രെയിൻ ചെയ്തിരുന്നു. അങ്ങനെ ബേക്കലം പള്ളിക്കരയിലുള്ള പെരിയ റോഡ് ജംഗ്ഷനിൽ വാടക കെട്ടിടത്തിലാണ് പപ്പ ഈ സ്ഥാപനം ആദ്യമായി തുടങ്ങിയത് തന്നെ. അത് നമ്മളെ വീട്ടിലേക്ക് ഒരു മകനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് പിന്നീട് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ആ മകൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. ആദ്യമായി ഞങ്ങൾക്ക് കിട്ടിയ മകൻ. പപ്പ ഒരു തവണ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനം ചെയ്ത് അറിയാണ്ട് പോകുന്നതാണ് അദ്ദേഹത്തിന്. മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സ്മെല്ല് കാരണം ആളുകൾ ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പം അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള ഓടയിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നതാണ് പപ്പ കാണുന്നത്. അങ്ങനെയാണ് പപ്പേൻ്റെ കൈ പിടിച്ച് ആ മകൻ ഒരു അഡ്വക്കേറ്റിൻ്റെ കാറിൻ്റെ മുൻപിൽ അപ്പം തളർന്നു വീഴുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ആയി മാറ്റി പപ്പയുടെ കൈ പിടിച്ച് കൂടെ വരുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ നിന്നാണ് ഞങ്ങളുടെ തുടക്കം തന്നെ. പിന്നെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് 10-27ഓളം ആളുകൾ 10 വർഷം കൊണ്ട് 10-27ഓളം ആളുകൾ ഞങ്ങൾ വാടക വീട്ടിൽ നിന്നും പപ്പയുടെ കുടുംബ സ്വത്ത്, പപ്പ വയനാടാണ് പപ്പേൻ്റെ സ്വദേശം, വയനാടുള്ള കുടുംബ സ്വത്ത് പപ്പ വിറ്റു. ആ വിറ്റ് കിട്ടിയ തുക കൊണ്ട് പപ്പ മടിക്കൈ, കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ മലപ്പച്ചേരി എന്ന സ്ഥലത്ത് സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വാങ്ങി. അങ്ങനെയാണ് ഒരുപാട് വർഷം പ്രവർത്തനം കൊണ്ട് അതിനുവേണ്ടി 1 ചാക്ക് സിമൻറ്റ് തന്നവരുണ്ട്, 5 ചാക്ക് സിമൻറ്റ് തന്നവരുണ്ട്, 1 ലോഡ് വെട്ടുകല്ല് സ്പോൺസർ ചെയ്ത് തന്നവരുണ്ട്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഓരോ ഫില്ലർ വാർക്കുകയും പിന്നീട് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി മാറുകയും ചെയ്യുന്നത്. നമുക്ക് ദൈവം നടത്തുന്നു എന്ന് പറയാനേ എനിക്കാവുള്ളൂ. കാരണം പല ഞാൻ പറഞ്ഞല്ലേ 7 പേരൊക്കെ 1 ടൈം ഹോസ്പിറ്റലിൽ വരുന്ന ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെൻസ് വരും ചില സമയങ്ങളിൽ. ഒപ്പം പല രീതിയിലുള്ള പല കണ്ടീഷനിലുള്ള ആളുകളാണുള്ളത്. അപ്പോൾ ഒരാളെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അഡ്മിറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ബൈസ്റ്റാൻഡർ ഒരുപക്ഷെ നമ്മളുടെ അടുത്തില്ലെങ്കിൽ ഒരാൾക്ക് 800 രൂപ 1000 രൂപ പ്രൊവൈഡ് ചെയ്ത ബൈസ്റ്റാൻഡർ നമ്മൾ കൊടുക്കേണ്ടതായി വരും. അങ്ങനെയുണ്ട് ഒരു സാഹചര്യം. ഒപ്പം ഭക്ഷണം, മരുന്ന്, ഇവർക്ക് വേണ്ട കറണ്ട് ബില്ല്, അങ്ങനെയുള്ള പല രീതിയിൽ ഒരു കുടുംബത്തിന് എങ്ങനെയാണോ അതുപോലെയുള്ള എക്സ്പെൻസുകൾ അവിടെ വരുന്നുണ്ട്. പൊതുജനങ്ങളായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇപ്പം മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയായി ഒരു ദിവസം എങ്ങനെ പോയാലും 3000 രൂപയുടെ അടുത്ത് ചിലവ് വരും നമുക്ക് ഒരു ദിവസം മാത്രം. പ്രത്യേകിച്ച് മാനസിക രോഗികളുടെയൊക്കെ മരുന്നിന് നല്ല വിലയാണ്. അപ്പം നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് പ്രഷർ, ഷുഗർ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ളതും കിട്ടുന്നുണ്ട്. ഒപ്പം ഈ മെഡിസിന് പരിമിതികളുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പോയാലും അതുമാത്രമല്ല പനി എക്സ്ട്രാ ഉള്ള എന്തെങ്കിലും ഇത്, അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനെയൊക്കെ വാങ്ങേണ്ടി വരുമ്പോൾ 3000 രൂപ ഒരു ദിവസം ചിലവ് വരുന്നുണ്ട്. അപ്പം ഈ ചിലവ് വരുന്നത് മെഡിക്കൽ ഷോപ്പിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ ആവാത്ത സാഹചര്യങ്ങൾ വരലുണ്ട്. പക്ഷേ മെഡിക്കൽ ഷോപ്പുകാരനെ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിനോട് ഒന്നും നമുക്ക് പറയാനാവില്ല. അപ്പോൾ 10000 രൂപ ഒരു മെഡിക്കൽ ഷോപ്പിലാകുമ്പം സ്വാഭാവികമായും അടുത്ത മെഡിക്കൽ ഷോപ്പുകാരനെ ഞാൻ കണ്ടെത്തി 3-4 പേരുടെ ഒരു സർക്കിളുണ്ട്. അവിടെ നിന്ന് ഒരു എമൗണ്ട് മെഡിസിൻ വാങ്ങി, രണ്ടാമത്തെ ആളെടുത്തു നിന്ന് എമൗണ്ട് വാങ്ങി, മൂന്നാമത്തെ ആളെടുത്ത് നിന്ന് മെഡിസിൻ വാങ്ങുമ്പോഴത്തേനും ഒന്നാമത്തെ ആളുടെ അടുത്തേക്ക് എമൗണ്ടുമായി എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് എത്തും. അങ്ങനെ ദൈവരൂപത്തിൽ കടന്നു വരുന്ന ഒരുപാട് പേരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മളെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് തന്നെ. നമുക്ക് 20 വർഷം കൊണ്ട് വെക്കാൻ അരിയില്ലാത്ത സമയങ്ങൾ ഉണ്ടാവലുണ്ട്, ചിലപ്പം അലക്കാൻ സോപ്പില്ലാത്ത സമയങ്ങൾ ഉണ്ടാവലുണ്ട്, ചിലപ്പോൾ ആവശ്യത്തിന് തേങ്ങയില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അദൃശ്യനായ ദൈവം ദൃശ്യമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഈ ചെറിയ ജീവിതത്തിനുള്ളിൽ തന്നെ ഈ 2 വർഷത്തെ ഏറ്റവും ചുരുങ്ങിയ പപ്പ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാവുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ആവശ്യത്തിന് പപ്പ അഡ്വാൻസ് കൊടുത്തു, പപ്പ മരിച്ചു, ബാക്കിയുള്ള എമൗണ്ട് 60000 രൂപ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു എമർജൻസിക്ക് പേ ചെയ്യണം. പക്ഷേ ആ സാധനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയായിട്ട് നിൽക്കുകയാണ്. എമൗണ്ട് ഇല്ല. പപ്പ മരിക്കുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ 2236 രൂപയാകെയുള്ളത്.
60,000 രൂപ കൊടുക്കാൻ വേണ്ടിയായിട്ട് ഒരുപാട് തരത്തിലുള്ള ഞെരുക്കങ്ങൾ ആ സമയത്തുണ്ട്. ഒപ്പം പപ്പ മരിച്ചിരിക്കുന്ന ഒരു ദുഃഖമായ ഒരവസ്ഥ. ആ സമയത്ത് 60,000 രൂപ കൊടുക്കാനില്ലാത്തപ്പം നാളെ ഞാനിത് എടുക്കാൻ വരുമെന്ന് അദ്ദേഹം പറയുമ്പം സ്റ്റാഫുകളെല്ലാം പോയി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ഒരു ദിവസം. നാളെ ഞാനത് എടുക്കാൻ വരുമെന്ന് പറഞ്ഞ് വൈകുന്നേര സമയത്ത് ഞാൻ നിസ്സഹായിയായി നിൽക്കുന്ന സമയത്ത് ചെരുപ്പ് പോലും ഇല്ലാണ്ട് ഒരു വ്യക്തി കടന്നു വന്ന് 60,000 രൂപേൻ്റെ ചെക്ക് എന്നെ ഏൽപ്പിച്ചു പോയൊരു നിമിഷമുണ്ട്. അന്ന് ദൈവം ഞങ്ങളെ കൂടെ തന്നെയാണ്. അദൃശ്യനായ ദൈവം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ന് മനസ്സിലായ ഒരു സമയം. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സുസ്മിത പറഞ്ഞത് എല്ലാവർക്കും ഒരു വലിയ മെസ്സേജാണ് അല്ലേ? എപ്പോഴും ദൈവം കൂടെ ഉണ്ട്, എസ്പെഷ്യലി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സുസ്മിത ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്ത് വരുന്ന ഒരു കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് ഇവർ കിട്ടുന്നത്? ഈ മക്കൾ ഉപേക്ഷിച്ച് അതായത് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം പോലെയാണോ മക്കൾ ഉപേക്ഷിച്ച് അവിടെ നിങ്ങൾ ഏൽപ്പിക്കുന്നതാണോ, അതോ ഒരു നിങ്ങൾ റെസ്ക്യൂ ചെയ്ത് വരുന്നതാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കിട്ടുന്നത്? പലതരത്തിലാണ് നമുക്ക് നമ്മളെ മക്കളെ കിട്ടുന്നത്. ഞങ്ങൾ ഇവരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് മക്കളെന്നാണ്. പ്രായത്തിന് എന്നെക്കാട്ടിയും ഒരുപാട് മൂത്തതാണെങ്കിലും എല്ലാവരും മക്കൾ തന്നെയാണ്. സ്വന്തമായി അഭയം ചോദിച്ചു വരുന്നവരുണ്ട്. നാട്ടുകാർ, പോലീസുകാർ, സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് തനിച്ചായി പോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരമ്മയെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ അമ്മേനെ ഏറ്റെടുക്കുന്ന പ്രൊസീജിയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പിങ്ക് പോലീസ്, കാഞ്ഞങ്ങാട് പിങ്ക് പോലീസ് രാത്രി 12 മണി സമയത്തൊരു വീട്ടിൽ, ആ വീടിൻ്റെ മുമ്പ് കൂടെ വേറൊരു സാഹചര്യത്തിൽ അവർ പോയപ്പം അവിടെ ഒരമ്മ രാത്രി 12 മണി 1 മണി ആയിട്ടും ആ അമ്മ വാതിലടച്ചിട്ടില്ല. അവിടെ നിസ്സഹായയായി ഇരിക്കുകയാണ്. ശ്വാസമുട്ടാണ്. 80 വയസ്സുണ്ട് ആ അമ്മയ്ക്ക്. ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്, താമസിക്കുന്നത്. ശ്വാസം മുട്ടായി വല്ലാത്തൊരവസ്ഥയിൽ, ആരോഗ്യകരമായി ഒരാളുടെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിലായിരുന്നു അമ്മ. അമ്മേനെ നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവന്നു. ഇപ്പം പോലീസുകാരും ചിലപ്പോൾ നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ. ഇപ്പം എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരമ്മയുണ്ട്. കുഞ്ഞിപ്പെണ്ണമ്മ എന്ന് പറയും അമ്മേനെ. അമ്മേൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ആ അമ്മേനെയാണ് പപ്പ മരിച്ചതിന് ശേഷം ഞാനും ആദ്യമായി ഏറ്റെടുക്കുന്നത്. പോയി ഏറ്റെടുക്കുന്നത് ആ അമ്മേനെയാണ് ആദ്യമായിട്ട്, പപ്പ മരിച്ചതിന് ശേഷം. ആ അമ്മ പിങ്ക് പോലീസ് വിളിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് എന്ന ഏരിയയിൽ ഒരമ്മയുണ്ട്. അവർ റോഡ് സൈഡിൽ കിടക്കുകയായിരുന്നു. പോലീസ് കാണുന്നത് റോഡ് സൈഡിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം അവർ വല്ലാത്തൊരവസ്ഥയിലുള്ളത്, നിങ്ങളെ സ്ഥാപനം ഒന്ന് ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യക്കുറവ് കാരണം അർഹതപ്പെട്ട ആളുകളെ ഏറ്റെടുക്കാനാവാത്തൊരു വെല്ലുവിളി ഇപ്പം ഞങ്ങൾക്കുണ്ട്. കാരണം നിരന്തരം അഭയം ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരാളുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും തിരിച്ചു പറയാൻ, നമ്മളെ സൗകര്യക്കുറവുകളൊന്നും അവിടെ പ്രസക്തി ഇല്ല എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വാഭാവികമായും നമ്മൾ ഏറ്റെടുക്കാൻ നോക്കും. അപ്പം പോലീസ് മുഖാന്തരം വരുന്നൊരു റിക്വസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇവിടെ സൗകര്യമൊന്നുമില്ല, ഒട്ടുമില്ല, കിടക്കാനൊരു സ്ഥലം കൊടുക്കണ്ടേ? കട്ടിലുമുണ്ട്, ബെഡുമുണ്ട്, പക്ഷെ അത് ഇടാൻ സ്ഥലമില്ല. അതാണ് വെല്ലുവിളി. അപ്പുറം ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ആ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് 10 വർഷമായി. അതിനും ഇതുപോലെ 1 ചാക്ക് സിമൻറ്റ്, 5 ചാക്ക് സിമൻറ്റ്, 1 ലോഡ് വെട്ടുകല്ല്, അങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേരുടെ നല്ല മനസ്സുകൊണ്ട് ഇപ്പം മെല്ലെ മെല്ലെ പണി പൂർത്തീകരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇനിയും ഒരുപാട് കടമ്പകൾ നമുക്കതിന് വേണം, ആവശ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോലീസുകാരോട് പറഞ്ഞപ്പം ഓക്കെ, ഞങ്ങളെന്നാൽ പോലീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതല്ലെങ്കിൽ വേറൊരു സ്ഥാപനം അവർ കണ്ടെത്തും. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്തായി എന്നറിയാൻ ഞാനൊന്ന് വിളിച്ചു. ആരെങ്കിലും ഏറ്റെടുത്തോ എന്തായി എന്നറിയാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, എല്ലാവരും പല കാരണങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സൗകര്യക്കുറവുകളുണ്ട്, എന്നിരുന്നാലും ഞങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഞാനും ആങ്ങളെയും കൂടെ അമ്മേൻ്റെ അടുത്ത് പോയി ഞങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. അതിനു മുമ്പ് ഞങ്ങൾ ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കുകയാണ്. 2-3-4 ദിവസമായും തോന്നുന്നു ഭക്ഷണം കഴിച്ചിട്ട്. ആർത്തിയോടുകൂടി അത് കഴിക്കുന്ന ഒരമ്മ. കുളിപ്പിച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ നല്ല വൃത്തിയാക്കി കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് സുന്ദരിയായി അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ സന്തത സഹചാരിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് വർത്തമാനം പറയുമ്പോൾ പറയുന്നതാണ്, ഞാനെൻ്റെ 90 വയസ്സുണ്ട്,
ഞാൻ എൻ്റെ 90 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, മകനുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു, ആരും ഇല്ലാണ്ടായി. അപ്പോൾ ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പണിയെല്ലാം എടുത്ത് എന്നെ ഒരു അകന്ന ബന്ധു നോക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ എനിക്ക് ആവതില്ലാത്തൊരവസ്ഥയിൽ ആണ് ഞാനവിടെ എത്തിപ്പെട്ടത്. ഇപ്പോഴാണ് ഈ 90 വയസ്സിൻ്റെ ഇടയിൽ ഇപ്പോഴാണ് എനിക്ക് സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് മകളെ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ഒരമ്മ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾക്ക് അവിടെയുള്ള 120ഓളം ആളുകൾക്കും ഓരോ തരം കഥകളുണ്ട് അവരിവിടെ എത്തിപ്പെട്ടതിന് പിന്നിൽ പറയാനായിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓരോ വാക്ക് സുസ്മിത പറയുന്നത് നമ്മുടെ ഇങ്ങനെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൊള്ളുന്നത് പോലെയാണ് കേൾക്കും. അപ്പം ഇപ്പോൾ അറിയാം, ഇപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. ഇപ്പം തന്നെ സുസ്മിതയ്ക്ക് ഫോൺ കോൾസ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈശോ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? ഇപ്പം സുസ്മിത ഓൾറെഡി പറഞ്ഞു ദൈവം നടത്തുന്നതാണെന്നുള്ളത്. അപ്പോൾ ഈ സ്പിരിച്വൽ ജേണി, ഇപ്പോൾ പള്ളി പോകാനൊക്കെ സമയം കിട്ടാറുണ്ടോ? അതോ നമ്മളുടെ ആ ഒരു പള്ളിയിലെ കൂട്ടായ്മ, ഈശോയുടെ അടുത്തേക്കുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സ്പിരിച്വൽ ജേണിനെ പറ്റി ഒന്ന് പറയാനുള്ളത്? ദൈവം നമ്മളെ നയിക്കുന്നു എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ താങ്ങായി നമുക്ക് ആദ്യം കിട്ടേണ്ടത് ആത്മധൈര്യമാണ്. അത് തന്ന് നിലനിർത്തുന്നത്, അത് തന്നത് ഈശോയാണ്. അപ്പോൾ അവിടെ 3 നേരവും പ്രാർത്ഥനയുണ്ട്. 3 നേരവും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. 3 ഉച്ചക്കത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കൽ കുറവാണ്. എന്നിരുന്നാലും അവരുടെ കൂടെ എല്ലാത്തിനും നേതൃത്വം നൽകാൻ ശ്രമിക്കും. 3 നേരത്തെ പ്രാർത്ഥനയിലും ഞങ്ങളെ അവിടെ ഭക്ഷണമായി സഹായിക്കുന്നവരുണ്ട്, മരുന്നായി സഹായിക്കുന്നവരുണ്ട്. ഒപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒപ്പം പല സാഹചര്യങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയായി ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ഇതൊക്കെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ 3 നേരവും ഉണ്ടാകുന്നത്. കുടുംബ പ്രാർത്ഥന പോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം പള്ളിയിൽ പോകാൻ ശ്രമിക്കും, പറ്റുന്ന സമയങ്ങളിലെല്ലാം പോവാൻ ശ്രമിക്കും. ഒപ്പം പള്ളികള് ഞങ്ങൾ തലശ്ശേരി അതിരൂപതയാണ്. രൂപതയിലുള്ള പല പള്ളികളിലും ഞങ്ങൾക്ക് തേങ്ങയില്ല, അരിയില്ല എന്ന് അച്ഛന്മാരോട് വിളിച്ച് പറയും. ഒപ്പം നേരിട്ട് പോയി കാണുകയും അപ്പം അവിടുത്തെ ചാപ്പലിൽ ഇരുന്ന് അപ്പ പറയലുണ്ട്, അമ്മയും പറയലുണ്ട്, നമ്മൾ ആദ്യമായി ഏത് പള്ളിയിൽ പോയി 3 കാര്യം പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്ന്. അതിലുള്ള എൻ്റെ 1ാമത്തെ പ്രാർത്ഥന അവിടെയുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയായി ഒരു ചെറിയ ചാപ്പൽ ഒരുങ്ങണം എന്നുള്ളതാണ്. ഇപ്പം ചാപ്പലിന്റെ ഒരു അവൈലബിലിറ്റി അവിടെ നന്നായി അറിയുന്നുണ്ട്. കാരണം ക്രൈസ്തവരായിട്ടുള്ള 10-30ഓളം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണ് അവർ ഓരോരുത്തരും. അവരുടെ ഒഴിവ് സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഈ ചാപ്പലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചാപ്പലിന് വേണ്ടി 2-3 പേരോട് സംസാരിച്ചിരുന്നു. ഇതിന്റെ കാര്യങ്ങളൊന്നും ആയില്ല. അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈശോയുടെ പാത പിന്തുടരണം, അല്ലെങ്കിൽ വചനം അതിർത്തികൾ വരെ പോയി പറയണം എന്ന് ഈശോ പറയുന്നത് എനിക്ക് തോന്നുന്നു സുസ്മിതയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് അത് ചെയ്യുന്നത്. കാരണം സുസ്മിതയുടെ സ്ഥാപനത്തിൽ ജാതിയും മതവും ഒന്നുമില്ല. എല്ലാവരെയും ഈശോയുടെ മക്കളെന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാണുന്നത്, അല്ലേ? അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു പ്രചോദനമാണ്. എനിക്ക് തോന്നുന്നു എത്ര നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സുസ്മിത ഞാൻ വരുമ്പോൾ ഇപ്പൊ ഞാനും സുസ്മിതയൊക്കെ ഏകദേശം സെയിം ഏജ് ആണ്. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. നമുക്കിപ്പം യൂത്ത് എന്ന് പറയുന്നത് ഒരു ദിവസം കിട്ടിയാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, അടിച്ചു പൊളിക്കണം, ഒരു സിനിമ കാണണം, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ദിവസം പോലും അവിടുന്ന് മാറി നിൽക്കാതെ സുസ്മിത ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി പോവുക എന്നുള്ളതാണ്. ആരുടെ കാര്യത്തിലും വലുത്, അവർക്ക് അപ്പുറത്തെ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയില്ല. സോ ഈ ഒരു ജനറേഷൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സുസ്മിതയ്ക്ക് എന്താണ് ശരിക്കും യൂത്തിന് പറയാനുള്ളത്, യൂത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താണ്? നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ വിദേശത്തേക്ക് പോകാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് എല്ലാവരും. അപ്പം നമ്മളെ സ്വന്തം വീട്ടിലല്ല നമ്മളെ അപ്പച്ചനെയും അമ്മച്ചയും
ആരോഗ്യമായിരിക്കുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ട് ഒരു പക്ഷെ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒക്കെ അതായത് ആദ്യം നമ്മളെ അച്ഛനെയും അമ്മച്ചിയും കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ ശ്രമിക്കണം, നമ്മളെ കാര്യം സെറ്റിൽ ചെയ്യുന്നതിനോടൊപ്പം. ഒപ്പം നമ്മുടെ ജീവിതം നമ്മളെക്കാളും വയ്യാത്ത ഒരാൾക്കെങ്കിലും സഹായമായി മാറാൻ ശ്രമിക്കണം. ഒരാളുടെ മുഖത്ത് നമ്മൾ കാരണം ഒരു പുഞ്ചിരി വരുത്താനിടയായ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവിഭാജ്യമായിട്ടുള്ള നിമിഷം, സമയം, അനുഗ്രഹം കിട്ടുന്ന സമയം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മളെ കാര്യം മാത്രം നോക്കി പോവാണ്ട് ഒരുപാട് പേർക്ക് താങ്ങായി മാറാൻ, കനലായി മാറാൻ, സന്തോഷം നൽകുന്നവരായി മാറാൻ എല്ലാവരും ശ്രമിക്കണം. ഒരുപാട് നല്ല യൂത്ത് നമ്മുടെ ഇടയിലുണ്ട്. യൂത്തിന്റെ സപ്പോർട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ KC വൈഎം ആയിക്കോട്ടെ, ജീസസ് യൂത്ത് ആയിക്കോട്ടെ, എല്ലാ ഇടവകയും ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ മൂന്നാറിൽ കല്ല് കയറ്റണം, സിമെന്റ് കയറ്റണം, മണല് കയറ്റണം, ഇതൊക്കെ പണിക്കൂലി വലിയ പൈസയാണ്. പക്ഷെ എല്ലാ പള്ളിയുടെ യൂത്താണ് അത് വന്ന് നമുക്ക് ചെയ്തു തരുന്നത്. അത്രയും സഹായിക്കുന്ന ഒരുപാട് സഹായ മനസ്ഥിതിയുള്ള എല്ലാവരും ഉണ്ട്. നമ്മളെ പോലെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും കടന്നു വരണം. ഇതാണ് എനിക്ക് യൂത്തിനോട് പറയാനുള്ളത്. അപ്പൊ ഇപ്പോ സുസ്മിതയുടെ ഈ സ്ഥാപനത്തിന് നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? പൈസയായിട്ടും അല്ലാത്ത രീതിയിലുമുള്ള എന്തൊക്കെ ഹെൽപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ? ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ, മരുന്നായിക്കോട്ടെ, മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള എന്ത് ചെലവായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഡൊണേഷൻ ആയി നമുക്ക് നൽകിയ വലിയ ഉപകാരമായിരിക്കും. ഒപ്പം പലതരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡായി ഓപ്പറേഷൻ ആയിക്കോട്ടെ ഒക്കെ കയറി വരും. ആ സമയത്ത് പല സമയത്തും നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കടം വാങ്ങി പലരിടത്തുനിന്നും ചോദിച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പം ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി ചോദിച്ചിട്ട് ആരുടെ മുമ്പിലും നാണം കെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പം എൻ്റെ പപ്പ ആദ്യകാലങ്ങളിലൊക്കെ ഈ സ്ഥാപനം നടത്തുമ്പോൾ ഓരോ വീട്ടിലും പപ്പയ്ക്ക് നടക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കാലിങ്ങനെ കാലിൽ സപ്പോർട്ട് ചെയ്ത് പപ്പ ഒന്ന് നടക്കും. ഒരു കുനി വേണ്ട പപ്പയ്ക്ക്, ഒരു പൂന് പോലെ ഉണ്ട്. കാലിങ്ങനെ കൈക്ക് സപ്പോർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ നടക്കും. പപ്പ ചെരുപ്പ് ഉപയോഗിക്കില്ല. അപ്പൊ പപ്പ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് രണ്ടുപേരോട് പറയുന്ന കാര്യമാണ്. പപ്പ ഈ ആദ്യകാലങ്ങളിൽ ഓരോ വീട്ടിലും പോയി 10 രൂപ 5 രൂപ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ച് 25 പൈസ കൊടുത്ത ഒരമ്മയുണ്ട്. ആ അമ്മയ്ക്ക് വേണ്ടിയും കൂടെയാണ് പപ്പ TNG പുരസ്കാരം, ഏഷ്യാനെറ്റിന്റെ ഒരു പുരസ്കാരം കിട്ടിയിരുന്നു. ആ പുരസ്കാരം സമർപ്പിച്ചത്. അങ്ങനെയുള്ള 1 രൂപ 5 രൂപ 10 രൂപ 50 രൂപ ഒക്കെ കിട്ടി ഇത് കൊണ്ടുള്ള ആ ഒരു പൈസ കൊണ്ടാണ് അന്നത്തെ കാര്യങ്ങളെല്ലാം സ്ഥാപനത്തിന്റെ നടന്നു പോയത് തന്നെ. അപ്പം പപ്പ ചെരുപ്പിടാത്തത് കൊണ്ട് തന്നെ നമ്മളെ പോസ്റ്റില്ലേ, പോസ്റ്റിന്റെ ഒരു കാല് കിട്ടാൻ നോക്കി നിൽക്കുന്നു. കാരണം കാല് പൊള്ളിയിട്ട് അവർക്ക് മുന്നോട്ട് നടക്കാനാവില്ല. അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില് പപ്പ ഈ സ്ഥാപനത്തെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, റിലേറ്റീവ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഈ പ്രായത്തിലൊക്കെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? കാരണം ഇപ്പം ഒരു പിയർ പ്രഷർ എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട്. എല്ലാവരും പുറത്തു പോകുമ്പോൾ ഞാനും പോയില്ലെങ്കിൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ ഉള്ളത്. പക്ഷെ സുസ്മിതയുടെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരുടെയൊക്കെ സപ്പോർട്ടോ അതൊക്കെ എങ്ങനെയാണ്? പപ്പക്ക് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ വരും, ശുശ്രൂഷ ചെയ്യും. എപ്പോഴും ഉണ്ടാവില്ല, എന്നിരുന്നാലും വന്ന എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷ ചെയ്യും. നമ്മളെ പോലെ തന്നെ കണ്ടറിഞ്ഞെല്ലാം ചെയ്യും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, അവരുടെ മക്കളുടെ പിറന്നാളുകളൊക്കെ അവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യും. അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. ചോദിക്കും, ഞാൻ ഇങ്ങനെ കൊടുക്കുവോ ഞങ്ങളെ മക്കൾക്ക് വേണ്ടി എന്ന് ചോദിക്കും. അപ്പം ഉള്ളതുപോലെ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ തരാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഏകദേശവും. അപ്പോൾ സുസ്മിതയുടെ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും, എസ്പെഷ്യലി യൂത്തിന് ഫീൽ ചെയ്യുക. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്.
പക്ഷെ എനിക്ക് തോന്നുന്നു ബലിയേക്കാൾ അവർക്ക് വേണ്ടി ജീവിക്കാനാണ് പാട്. അപ്പോൾ എനിക്ക് സുസ്മിത സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കരിയറും സ്വന്തം ജീവിതത്തിന്റെ സന്തോഷങ്ങളും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ഇതിൽ സന്തോഷം കണ്ടെത്തിയ ഒരാളാണ് സുസ്മിത. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സുസ്മിതയിൽ നിന്നും സുസ്മിതയുടെ ഫാമിലിയിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സുസ്മിത ഈ ഒരു അവാർഡിന് എനിക്ക് തോന്നുന്നു ഏറ്റവും അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുസ്മിത. സുസ്മിതയ്ക്കാണ് ഈ അവാർഡെന്ന് അറിയുമ്പോൾ ചെറിയനച്ഛനും ഒരുപാട് സന്തോഷിക്കുകയായിരിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അമ്മച്ചി പറഞ്ഞതുപോലെ മമ്പത്തി ആവട്ടെ, ഇനിയും ഒരുപാട് വേദികൾ സുസ്മിതയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് സുസ്മിത. താങ്ക് യു സോ മച്ച്.